ഐബല്ലിൻ്റെ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറാണ്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്ത് ഏതാണ്ട് ഒരു 3-ാമത്തെ ദിവസം നമുക്ക് ഡെലിവർ ആയിട്ടുണ്ട്. ഇത് ആലുവയിൽ നിന്നാണ് അവർ ഷിപ്പ് ചെയ്തേക്കുന്നത്, ആലപ്പുഴയിലേക്കാണ് ഡെലിവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഷോർട്ട് ടൈമിനുള്ളിൽ ഡെലിവർ ആയേക്കുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു യൂസർ മാനുവലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വാറണ്ടി കാർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അവർ നമ്മുടെ ആലുവയിലെ അഡ്രസ്സും സർവീസ് സെൻറ്ററിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം ഡീറ്റെയിൽസും അവർ തന്നിട്ടുണ്ട്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഈ നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഈ നമ്പർ അവരുടെ കസ്റ്റമർ കെയർ നമ്പറാണ്, അതിലും കോൺടാക്ട് ചെയ്യാം. ഇത്രയാണ്. പിന്നെ അതിൻ്റെ കൂടെ വന്നേക്കുന്ന അവർ കാർബൺ എക്സ്ട്രാ പാക്കിൽ അയച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് പാക്കിൽ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ കേബിള് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ് ഇടാനും യൂസ് ചെയ്യാനും. അത് ബിറ്റ് ഇടുമ്പോൾ ഇവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അത് മുറുകത്തുള്ളൂ. പിന്നെ ഇവിടെ ലോക്ക് ഉണ്ട്. ഇവിടെ ഫ്രണ്ടും റിവേഴ്സും, ഫോർവേഡ് റിവേഴ്സും ഉണ്ട്. ഇത് ഇതിൻ്റെ സ്വിച്ചാണ്. ഇവിടെ ഒരു LED വരുന്നുണ്ട്. അപ്പോൾ ഈ മെഷീൻ ഓണാകുന്ന നേരം LED ഓണാകുന്നതായിരിക്കും. ഇത്രയാണ്. സ്റ്റോപ്പ് ചെയ്തോ. ഇതിൻ്റെ കേബിള് അത്യാവശ്യം ലെങ്തൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ തോന്നുന്നൊരു 1.5 മീറ്റർ ലെന്ത് ഉണ്ട് ഈ കേബിളിന്. 1.5 മീറ്റർ കേബിള്. അധികം വെയിറ്റ് ഒന്നുമില്ല. ഒരു 1.35 ഇതിൻ്റെ 1.35 കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് പറയുന്നത്. ഓണാകുന്ന LED വെക്കും. പിന്നെ ഇത് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച്. ലോക്ക് ചെയ്യാം.